കലാജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കലാജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. ഈ ദുരന്തം നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ അധികം ദൂരമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ, എന്തെങ്കിലും ഒന്ന് ചെയ്യും. അത്രയ്ക്ക് സങ്കീർണമാണ് വിഷയങ്ങൾ. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കലാജാഥയും ഫ്ലാഷ് മോബുകളും സംഘടിപ്പിച്ചത്. ഒരു സംശയം, എന്തുവായി ഓടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയെന്ന്. ഓഫീസുകളിലും വീടുകളിലും പൊതുയിടങ്ങളിലും ലഹരിക്കെതിരെ സ്റ്റിക്കറും പതിച്ചു. BJM ഗവൺമെന്റ് കോളേജ് ചവറ, ശങ്കരമംഗലം ജംഗ്ഷൻ, ടൈറ്റാനിയം ജംഗ്ഷൻ, സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായാണ് പരിപാടികൾ ഏകോപിപ്പിച്ചത്. BJM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ബോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഗോപകുമാർ, ചവറ SHO M ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ അസരീഫ് ഷെഫീഖ്, പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ, CPO IGG S രാജേന്ദ്രൻ, SPC ഡ്രിൽ ഇൻസ്പെക്ടർമാരായ അസീം, റിനു, അധ്യാപകരായ ആതിര ബാബു, V ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് കുറെ പ്രോഗ്രാം ഇവിടെ കോളേജിൽ നടത്താൻ പോകുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. പിന്നെ ഈ ഒരു കാലം സൗഹൃദം എന്താ പറയുക, ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് സൗഹൃദങ്ങൾ ഏരിയാവട്ടെ, അത് മാക്സിമം ചെയ്യുക. പുറത്ത് വേറെ ലഹരി തേടണ്ടാത്ത രീതിയിലേക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ സൗഹൃദത്തെ ഒരു ലഹരിയായിട്ട് കണ്ട് എല്ലാവരും ഒരുമിച്ച് അത് എൻജോയ് ചെയ്ത് ഇത് മറ്റു ലഹരികളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നൊരു സന്തോഷം മാത്രമേ എനിക്ക് കണ്ടു. മറ്റ് പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. മനുഷ്യരാശിയെ ആത്മീയമായും ശാരീരികമായും നശിപ്പിക്കുന്ന ഒരു അതിമാരകമായ ശത്രുവാണ്. ഇന്ന് നമുക്ക് ഒരു ജനതയായി, വിദ്യാർത്ഥികളായി, നീതിമാന്യതകളുടെ പടയാളികളായി ഈ മഹാവിപത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ദിനം കൂടിയാണ്. ഉടനെ തന്നെ പ്രിൻസിപ്പൽ അതിന് അനുവാദം തരികയായിരുന്നു. ഞങ്ങൾക്കും അത് വളരെയധികം സന്തോഷവും ഊർജവും നൽകുന്നതാണ്. ഇപ്പൊ വിദ്യാലയം ഏതായാലും അത് നമ്മളുടെ കുഞ്ഞുങ്ങളാണ്. ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹൈസ്കൂളിൽ നിന്നും പഠിക്കുന്ന കുട്ടികളാണ് പിന്നീട് കലാലയത്തിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായും സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ മാരകമായ വെല്ലുവിളിയിൽ നിന്നും. ന്യൂസ് ബ്യൂറോ, ചവറ.